ഏഷ്യാനെറ്റ് ചാനലിലെ ബിഗ് ബോസ് ഇപ്പോൾ 6ാം വർഷമാണ്. അതായത് സീസൺ 6 ആണ് ഇപ്പോൾ തുടർന്നിട്ടുള്ളത്. വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. എന്താണ് ഈ പരിപാടിക്ക് ഇത്തരം ജനപ്രീതി നേടിയത് എന്ന കാര്യത്തിൽ അതിശോക്തമാണ്. കാരണം ആ പരിപാടി കൊണ്ട് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്, ആ പരിപാടിയിൽ എന്താണ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചിട്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ പരിപാടിയുടെ ബിഗ് ബോസിലെ ഒരു ചെറിയൊരു രംഗം ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കാം. ഇതാണ് ആ പരിപാടിയിലെ ഒരു രംഗം. അവരുടെ കാര്യങ്ങൾ, അവരുടെ തമ്മിലടിക്കുന്നത്, തമ്മിൽ കലഹിക്കുന്നത്, അവർ അവിടെ എന്താണ് കാണിക്കുന്നത് അതൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടാണ് നമ്മൾക്കൊരു ചാനൽ കാണിക്കുന്നത്. 24 മണിക്കൂർ അവരുടെ ജീവിതചര്യങ്ങൾ മുഴുവനും ക്യാമറ ഒപ്പിയെടുത്ത് അതിൽ നിന്ന് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാത്രമാണ് നമ്മൾക്ക് അവരുടെ ഇത് കാണിക്കുന്നത്. സത്യത്തിൽ ഈ പരിപാടിയിൽ നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? 19 പേരാണ് ആ മത്സരാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഈ 19 പേരും അവിടെ കാണിക്കുന്ന കോപ്രായങ്ങൾ എത്രത്തോളം വികൃതപരമായിട്ടുള്ള കാര്യമാണ്. ഈ പരിപാടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടി ഇത്രക്കും ജനപ്രീതി നേടാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഈ പരിപാടിയിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഞാനിപ്പോൾ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ കാണിച്ചു. ആ ക്ലിപ്പിൽ എന്താണ് സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ എന്താണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ഇതാണോ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി? ഇതിനെ അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്ത് ഇതിന് മാത്രം ആരാധകരായിട്ടുള്ള ലക്ഷക്കണക്കിന് പേരുണ്ടാകാം. എങ്കിലും എന്നെ പോലുള്ളവരും ചിന്തിക്കുന്നുണ്ട് ഈ പരിപാടി കൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്താണ് ഒരു മെസ്സേജ് ഇവർ കൊടുക്കുന്നത്. പലപ്പോഴും അതിരുവിട്ടിട്ടുള്ള അസഭ്യ വാക്കുകൾ പോലും ഉപയോഗിക്കുന്ന എപ്പിസോഡ് പോലും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ പരിപാടി കൊണ്ട് ഈ പരിപാടി കാണുന്നത് വഴി നമ്മൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത്, അതല്ല എൻ്റർടൈൻമെൻറ്റായിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും.